വിഴിഞ്ഞം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കേരളീയർക്കേറെ അഭിമാനമാണ്. പക്ഷേ അതിലും വലിയ അഭിമാനം തിരുവനന്തപുരത്തുകാർക്കാണ്. കാരണം ഏറെക്കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് വിഴിഞ്ഞം പോർട്ട് എന്ന് വരും. കേരളത്തിന് നിരവധി തിരുവനന്തപുരത്തിന് നിരവധി എം പിമാരുണ്ടായിരുന്നു. അവരൊക്കെ വന്നു പോയതേ ഉള്ളൂ. തിരകൾ പലതും അടിച്ചു കയറി. പക്ഷേ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായത് ഇപ്പോഴാണ്. യാഥാർത്ഥ്യമായി എന്ന് പറയുമ്പോഴും അത് പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്ന് ഏവർക്കും അറിയാം. ഇതിൻ്റെ അനുബന്ധ കാര്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയല്ലേ. 2026, 2028, 2028 സമ്പൂർണ്ണ തോതിൽ പോർട്ട് ആവുകയുള്ളൂ. 100%. ഘട്ടം ഘട്ടമാണല്ലോ. അപ്പോൾ ഇപ്പോൾ മദർ ഷിപ്പുകളൊക്കെ വരാവുന്ന ഒരു സ്ഥിതിയിലായിട്ടുണ്ട്. ഈ പോർട്ടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതൊരു ട്രാൻസിസ്റ്റ് പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ മദർ പോർട്ടാണ്. നമ്മളെ FCI ഗോഡൗൺ പോലത്തെ എന്ന് പറയും കണക്കാണ്. അതായത് വിദേശ രാജ്യങ്ങളിൽ വലിയ വലിയ കപ്പലുകൾ ഇവിടെ സാധനം കൊണ്ടുവരികയും ചെറിയ പോർട്ടുകൾക്ക്, ഇന്ത്യയിലെ ചെറിയ പോർട്ടുകൾക്ക് അവർക്ക് ചെറിയ കപ്പൽ കൊണ്ടുവന്ന് സുരക്ഷിതമായി നിർത്തി, ആഴം കുറവായത് കൊണ്ടൊക്കെ നിർത്തി അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സംവിധാനമാണിത്. ഇപ്പോൾ ചാലിയിൽ വന്ന ആളുകൾ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകും, ചെറുകിട കച്ചവടക്കാരെ വാങ്ങിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്നത് ഒരു ഗോഡൗൺ പോലത്തെ ഒരു പോർട്ടാണ്. അതുകൊണ്ട് തന്നെ ആ പോർട്ടിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല? ജോലി കൊടുക്കാൻ പറ്റത്തില്ല. സാധാരണ ഒരു പോർട്ടാണെങ്കിൽ, ഇപ്പോൾ തിരുനെൽവേലി പോർട്ട്, അല്ലെങ്കിൽ പല രാജ്യത്ത് പലയിടത്ത് പോർട്ടുണ്ടല്ലോ, ആ പോർട്ടിൽ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ജോലി കൊടുക്കാൻ പറ്റുന്നത് അനുബന്ധ പരിപാടികളിലൂടെയാണ്. ഇവിടെ ഇപ്പോൾ റിംഗ് റോഡ് 2 കിലോമീറ്റർ പണിയണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്കൊന്നും നടന്നിട്ടില്ല. റെയിൽവേ കണക്ടിവിറ്റി അത് അത്യാവശ്യം, വളരെ അത്യാവശ്യമാണ്. റെയിൽവേ കണക്ടിവിറ്റി ഇപ്പോൾ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട് റോഡിലൂടെ. അപ്പോൾ അതിൻ്റെ റോഡ്, റെയിൽവേ കണക്ടിവിറ്റിക്ക് കേന്ദ്രമാണ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നിന്ന് സ്ഥലം എടുത്ത് കൊടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് സ്റ്റേറ്റ്. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫെഡറൽ വ്യവസ്ഥയിൽ നമ്മൾ എന്ത് പറഞ്ഞാലും പണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിലുണ്ടെങ്കിൽ അവർക്ക് കൊണ്ടുവന്ന് നേരിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സ്ഥലം കിടക്കുന്ന ആരുടെ പേരിലാണ്? സ്റ്റേറ്റിൻ്റെ പേരിലാണ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് കൊടുത്താലും ചെയ്യാം. നമ്മളെ റോഡിൻ്റെയൊക്കെ പ്രശ്നം അതാണ്. ഇപ്പോൾ ഒരു 10-100 വർഷത്തിൽ കൂടുതൽ, ഒരു 1000 രാജാക്കന്മാരുടെ കാലം, ഒരു 100 വർഷത്തിൽ കൂടുതൽ ചരിത്രം വരും ഈ വിഴിഞ്ഞം പോർട്ട് ഇങ്ങനെ വരണമെന്ന് ആഗ്രഹിച്ചിട്ട്. പക്ഷെ ഇപ്പോൾ യാഥാർത്ഥ്യമായി. സാർ സൂചിപ്പിച്ച പോലെ അനുബന്ധമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റൊരു സാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ട്. തൊട്ടിപ്പുറത്ത് കോവളം നിൽക്കുക, അല്ല, വിഴിഞ്ഞം കാണാൻ ആളുകൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ കോവളമുണ്ട് തൊട്ടടുത്ത് ആഴിമല ക്ഷേത്രമുണ്ട്, അതിനും നല്ല തിരക്കുള്ള ആളുകൾ പോയി വിഗ്രഹം കാണാൻ. പിന്നെ കുറച്ചുകൂടെ അപ്പുറത്ത് ചെങ്കൽ ക്ഷേത്രമുണ്ട്, കന്യാകുമാരിയുണ്ട്, പത്മനാഭപുരം കൊട്ടാരമുണ്ട്. അപ്പോൾ ഇതൊന്ന് ചിന്തിച്ചാൽ, ഒരു ടൂറിസം പോയിന്റ് ഓഫ് ചിന്തിച്ചാൽ വലിയ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് ബാലരാമപുരം, വിഴിഞ്ഞം, പിന്നെ പൂവാറ്, ഇങ്ങനെ ഒരു 10-20 പഞ്ചായത്തുകൾ ഇതിനെ ചുറ്റിപ്പറ്റി കിടപ്പുണ്ട്. അവിടെയും വികസനം കൊണ്ടുവരുന്നതിനെ കുറിച്ച് പക്ഷെ അങ്ങനെ ഒരു ചർച്ചയോ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് പ്ലാനോ ഒന്നും ഒരിടത്തും കാണുന്നില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറേ സെമിനാറുകളിലൊക്കെ പോയതാണ്. പക്ഷെ ആരും അങ്ങനെ ഒരു വിഷൻ എന്ത് ചെയ്യുന്നില്ല, മുന്നോട്ട് വെക്കുന്നില്ല. അപ്പോൾ ഇത് ഒരു സ്ഥലം കൊടുത്തു, അദാനി വന്ന് പോർട്ട് നടത്തുന്നു, അവിടെ വരുന്ന പോർട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, അവിടെ കപ്പലുകൾ പോകും എന്നതിനപ്പുറം സ്റ്റേറ്റിനും തിരുവനന്തപുരത്തിനും ഇതിൻ്റെ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അലൈഡ് ഇൻഡസ്ട്രീസ്, അലൈഡ് പ്രോഗ്രാംസ്, അലൈഡ് ടൂറിസം കുറേ ഉണ്ട്. അതിനുള്ള സാധ്യതകൾ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. അതിപ്പോഴും ഞാൻ ആലോചിച്ചത്, ഞാൻ വേറൊരു വിഷനിൽ ഒരു വിഷണറി ആയിരുന്നെങ്കിൽ, ഈ ഇവിടെ കിടന്നവർ തള്ളി മറിക്കുന്നുണ്ടല്ലോ, ഇതാരാണ് എൻ്റെ അച്ഛൻ, എൻ്റെ പിതൃത്വം ആർക്കാന്ന് ഈ തള്ളി മറിക്കുന്ന നേരം കൊണ്ട് ഒരു വിഷണറി ആയിരുന്നു സ്റ്റേറ്റ് ഭരിച്ചിരുന്നെങ്കിൽ, നല്ലൊരു വിഷണറി ആയിരുന്നെങ്കിൽ ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് എന്ത് തുടങ്ങിയേനെ? ആൾറെഡി ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെൻ്ററൊക്കെ തുടങ്ങിയേനെ, ആൾറെഡി തുടങ്ങിക്കഴിഞ്ഞേനെ. ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ തലേദിവസമോ പിറ്റേ ദിവസമോ എന്ത് ഉദ്ഘാടനം നടന്നേനെ തിരുവനന്തപുരത്ത്? നിങ്ങൾ ആലോചിക്കൂ സാറേ, ഒരു വർഷം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം കാണാൻ വരുന്ന സ്കൂൾ കുട്ടികൾ എത്രയാണെന്നറിയാവോ? ഇതിനെ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ എന്താ പദ്ധതി? ഒരു പദ്ധതിയില്ല. ഇപ്പോൾ അവർ വേണമെങ്കിൽ സ്വകാര്യ ടൂർ ഓപ്പറേറ്റേഴ്സ്, സ്വകാര്യ വണ്ടിക്കാർ അവിടെ പോകണം. അതല്ലല്ലോ, സ്റ്റേറ്റിന് ഇതിൻ്റെ റോളുണ്ട്. DTPC എവിടെയാണ്? പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണ് ഇതിനകത്ത്? എന്താ അവരുടെ വിഷൻ? അപ്പോൾ അനുബന്ധമായി ചെയ്യാൻ, നമ്മുടെ ചർച്ച ചെയ്തതാണല്ലോ, അനുബന്ധമായി ചെയ്യാൻ പറ്റുന്ന 100 കണക്കിന് കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. ആർക്ക്? അദാനിക്ക് ചെയ്തു കൊടുക്കേണ്ട കുറേ ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. ഈ റോഡ്, റെയിൽവേ കണക്ടിവിറ്റി, അതും വളരെ ഒച്ചഴയും പോലെയാണ് പോകുന്നത്. ഒരിടത്തും എത്തിയിട്ടില്ല. പിന്നെ അവിടുത്തെ ആളുകളെ കുറേ പേരെ പുനരധിവസിപ്പിക്കണം. അതും വിവിധ ഘട്ടത്തിൽ കിടക്കുന്നതേ ഉള്ളൂ, പല ഘട്ടങ്ങളിൽ കിടക്കുന്നുള്ളൂ. ഒന്നും അത് സമ്പൂർണ്ണതയിലെത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ തള്ളിമറിക്കുന്നതൊക്കെ ഒരു വശത്ത് നടക്കുന്നു. പക്ഷേ അതിനപ്പുറമുള്ള
ഈ നടത്തേണ്ട കാര്യങ്ങൾ പുനരധിവാസം എന്ന് പറയുമ്പോഴേ അവിടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളും ബാക്കി നിൽക്കുന്നു. അതാ ഞാൻ പറഞ്ഞു, 100-100ഓളം കുടുംബങ്ങൾ 200ഓളം കുടുംബങ്ങളുടെ അവർ സമരത്തിലൊക്കെ ആയിരുന്നു, വലിയ സമരം ചെയ്തവരല്ലേ. ഒന്നും നടന്നിട്ടില്ല. അതൊക്കെ നടക്കണ്ടേ? അല്ലാതെ ഇവർ ഉദ്ഘാടനം നടത്തി പോയി അദാനി കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയത് കൊണ്ട് മാത്രം തീരില്ലല്ലോ. സ്റ്റേറ്റിന് ഇത് ലാഭം വരണ്ടേ? സ്റ്റേറ്റിന് എങ്ങനെയാണ് ലാഭം വരുന്നത്? കോടിക്കണക്കിന് ഈ ഇവിടെ സ്റ്റേറ്റ് കുറേ പൈസ കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടാണ് അദാനി ഇവിടെ വന്നിരിക്കുന്നത്. അത് സ്റ്റേറ്റിൻ്റെ പൈസ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ പൈസയല്ല, ഞങ്ങൾ കൊടുത്തു, അങ്ങനെയൊന്നുമല്ല, സ്റ്റേറ്റിൻ്റെ പൈസയല്ലേ. അതിപ്പോൾ പിന്നെ ഉമ്മൻചാണ്ടിയാണ് തുടർ ഭരണം വന്നിരുന്നത്, ഉമ്മൻചാണ്ടി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ശേഷം മരിച്ചു പോയി വേറെ ആളവിടെ വന്നിരുന്നെങ്കിൽ അവർ കൊടുക്കേണ്ടി, UDF ആണെങ്കിൽ UDF കൊടുക്കേണ്ടി വരും. ഇപ്പോൾ കർണാടൻ്റെ കാലത്ത് ആദ്യത്തെ ഒരു ചർച്ച നടക്കുന്നത്. അപ്പോൾ കർണാടൻ്റെ കാലത്തായിരുന്നെങ്കിൽ അന്നത്തെ തുറമുഖ മന്ത്രി MP രാഘവൻ കൊടുക്കേണ്ടി വരും, പൈസ കണ്ടെത്തേണ്ടി വരും, ധനകാര്യമന്ത്രി കണ്ടെത്തേണ്ടി വരും. അതാണല്ലോ എൻ്റെ ഒരു കണക്ക്, സിസ്റ്റം. അപ്പോൾ സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സിസ്റ്റത്തിൽ കൊടുക്കണമെങ്കിൽ രൂപ നമുക്ക് നഷ്ടം വരുന്നൊരു പ്രൊജക്റ്റാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. വിഴിഞ്ഞം പദ്ധതി എന്താണല്ല, നമ്മെ സംബന്ധിച്ചോളം ഇപ്പോൾ ലാഭം വരുന്നൊരു പ്രൊജക്റ്റ് അല്ല. പക്ഷേ ഇത് ലാഭകരമാക്കി മാറ്റി, സ്റ്റേറ്റിന് ഗുണകരമാക്കി, ലാഭകരം എന്നുള്ള വാക്ക് ഞാൻ പറയുന്നത് അല്ല, ഗുണകരമാക്കി മാറ്റാൻ കഴിയുന്നത് ഈ അനുബന്ധമായിട്ടുള്ള വികസനങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ഇവിടുത്തെ വിപണി ഉണരുകയാണ്. വിപണിയായി യൂത്തിന് ജോലി കൊടുക്കാം, വിപണി ഉണരും, വേറൊരു കേരളം സൃഷ്ടിക്കാൻ പറ്റും, കേരളത്തിന് ജീവിക്കാൻ പറ്റും. തിരുവനന്തപുരത്തിൻ്റെ ഒരു സ്റ്റൈല് മാറും, വളരെയധികം സ്റ്റൈല് മാറും. അതാ ഞാൻ പറഞ്ഞത്, ഇത് ടൂറിസവുമായിട്ട് കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് ആ ടൂറിസത്തിനനുസരിച്ചുള്ള മറ്റ് സംവിധാനങ്ങൾ അവിടെ വേണം. ഇപ്പോൾ ടൂറിസ്റ്റുകൾ അവിടെ ചെന്നാൽ അവിടെ ഫുഡ് ഫെസ്റ്റിവൽ അടക്കം നടക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായി സാർ. ഇപ്പം ഞാൻ വേറെ ഉദാഹരണം പറയാം, ഞാനിത് എല്ലാ ആശയവും അങ്ങോട്ട് പറയുന്നതാണ്. ബാലരാമനം കൈത്തറി വളരെ ഫേമസ് ആണ് ലോകത്ത്. കരാൽ കടയിൽ പോയ 2 ലക്ഷം രൂപയൊക്കെയാണ് ഒരു സാരിക്ക് വില, അവർക്കുള്ള സാരി വില കസവുണ്ട്. എന്തുകൊണ്ട് ബാലരാമനം കൈത്തറിയെ നമുക്കൊരു ഹബ്ബാക്കി മാറ്റിക്കൂടാ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ? ബാലരാമപുരം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് കൈത്തറിയാണ്. അപ്പോൾ ഹാൻഡ് വീവ് അതിൻ്റെ ഹബ്ബാക്കി ബാലരാമപുരം പഞ്ചായത്തുകാർ ചിന്തിക്കണ്ടേ, വിഴിഞ്ഞംകാർ ചിന്തിക്കണ്ടേ? അപ്പോൾ മറ്റവർ ഇല്ലാൻ്റെ ടൂറിസം, ഇങ്ങനെ ഒരു 8-10 പഞ്ചായത്തുകളും ബ്ലോക്കും ജില്ലയും ഒക്കെ അങ്ങനെ ചിന്തിച്ച് ഒരു സാധനം തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ കോടിക്കണക്കിന് രൂപ അവർക്ക് മൊബിലൈസ് ചെയ്യാൻ പറ്റും. സർക്കാരിൻ്റെ പൈസ വേണ്ട, സർക്കാരിൻ്റെ കയ്യിൽ 5 പൈസയും വേണ്ട ഈ പ്രോജക്റ്റുകൾ ചെയ്യാൻ. അതാണ് എൻ്റെ തമാശ. മറ്റ് സപ്പോർട്ടുകൾ കൊടുത്താൽ മതി, ബാങ്കുകൾ ലോൺ കൊടുക്കും, CSR ഫണ്ടുണ്ട്. പക്ഷേ ഇതിനൊരു വിഷൻ വേണ്ടേ, ഒരു ചിന്ത വേണ്ടേ സാർ അങ്ങനെ. പക്ഷെ അങ്ങനെ ഒരു ചിന്ത എവിടെ നിന്ന് വരുന്നില്ല, ഒരാര ഭാഗത്തൊന്നും കാണുന്നില്ല. ഇത് ഉദ്ഘാടനം നടക്കും, അദാനിന്ന് വല്ല ചില്ലറയൊക്കെ കിട്ടുമെന്ന് എല്ലാവർക്കും കിട്ടണമല്ലോ, കുറേ പൈസ കിട്ടുമല്ലോ പൊളിറ്റിക്കൽ ലീഡർമാർക്ക്, അതൊക്കെ കിട്ടുമെന്ന് നോക്കും. ലോക്കൽ നേതാക്കളും അദാനിയുടെ ചെറിയ പൈസയൊക്കെ കിട്ടുമെന്ന് നോക്കും, പിരിവൊക്കെ കിട്ടുമെന്ന് നോക്കും. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരെ എന്ത് ചെയ്യും, ജോലി ഉണ്ടല്ലോ അവിടെ, കുറച്ച് പേർക്ക് ജോലി ഉണ്ടല്ലോ, അതിലൊക്കെ വേണ്ടപ്പെട്ടവരെ ഇടിച്ച് കയറ്റാൻ പറ്റുമോ? ഇതൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ഇതിൻ്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടല്ലോ വിഴിഞ്ഞത്തിൻ്റെ. ഒരനുബന്ധമായി ചെയ്യാൻ കഴിയുന്ന, സ്റ്റേറ്റ് ചെയ്യേണ്ടുന്ന, പഞ്ചായത്ത് ചെയ്യേണ്ടുന്ന, ജില്ല ചെയ്യേണ്ടുന്ന, ജനങ്ങൾക്കും ഇതുണ്ട് ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിഷനും നമുക്ക് ഇതുവരെ പുറത്ത് കണ്ടില്ല. ചർച്ച ചെയ്യുന്നു കുറച്ച് ആളുകൾ, ഇപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് എല്ലാവരും അത് പറഞ്ഞു പോകുന്നു. പക്ഷെ പറഞ്ഞു പോകുന്നല്ലാതെ ഒരു കൃത്യമായൊരു മിഷനോ ഒരു വിഷൻ വിഴിഞ്ഞത്തിന് വേണ്ടി ഇതുവരെ സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ടില്ല. സെൻട്രലിന് ഉണ്ടാക്കാൻ പരിമിതിയുണ്ട്, കാരണം അവരിവിടെ വന്ന് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ വേറെ ഏജൻസി വല്ലതും തുടങ്ങി അവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ITDC ഉണ്ട്, ഇന്ത്യൻ ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ITDC, ഇന്ത്യൻ ടൂറിസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ കോവളത്തൊക്കെ അവരുടെ ഇതൊക്കെ ഓഫീസൊക്കെ ഉണ്ട്, അവർക്ക് വേണമെങ്കിലും ചില കാര്യങ്ങൾ എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ആൾ ഇന്ത്യ ടൂർ സാർ ആലോചിച്ച് പോകും. സ്പിരിച്വാലിറ്റിയും ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത്, കേരളത്തിൻ്റെ സ്പിരിച്വാലിറ്റിയും ഈ കാര്യങ്ങളെല്ലാം, സ്പിരിച്വാലിറ്റി മീൻസ് സ്പിരിച്വൽ സ്ഥലങ്ങൾ. ഇപ്പോൾ ശബരിമല സീസൺ, തീർച്ചയായിട്ടും ശബരിമല സീസണെ എവിടെയായിട്ട് ബന്ധിപ്പിക്കാം, വിഴിഞ്ഞമായി ബന്ധിപ്പിക്കാം. ലക്ഷക്കണക്കിന് ആളുകളല്ലേ തിരുവനന്തപുരത്ത് വന്നിട്ട് പോകുന്നത്, അമ്പലങ്ങളിലൊക്കെ പത്മനാഭ ക്ഷേത്രത്തിലൊക്കെ എത്ര ആളുകളാണ് വന്നിട്ട് പോകുന്നത്. അതെല്ലാം എവിടെ കണക്ട് ചെയ്യാം, വിഴിഞ്ഞവുമായിട്ട് കണക്ട് ചെയ്യാം. എയർപോർട്ട് അടുത്ത് കിടക്കുന്നു, സിറ്റിയിലാണ് റെയിൽവേ ഉള്ളത്, എല്ലാം കിടക്കുകയാണ്. തിരുവനന്തപുരത്തിന് അങ്ങനെ ഒരു നേട്ടമുണ്ട്, എയർപോർട്ട് എല്ലാം ഉണ്ട്, റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഉണ്ട്, ഇവിടെ KSRTC ഇതെല്ലാം അടുത്ത് കിടക്കുന്നത്. ഇത്രയും ടൂറിസ്റ്റ് കൈയെത്തും ദൂരത്തല്ലേ ഇതെല്ലാം കിടക്കുന്നത് സാറേ. കന്യാകുമാരി 80 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ സമയമാണ്. 80 കിലോമീറ്ററിനകത്ത് കന്യാകുമാരി കിടക്കുകയാണ്, പിന്നെ പത്മനാഭപുരം കൊട്ടാരം കിടക്കുകയാണ്, ഞാനീ പറഞ്ഞ ക്ഷേത്രം കിടക്കുകയാണ്, ബീച്ച് കിടക്കുകയാണ്. എത്ര നല്ല ബീച്ചാണ് നമുക്കുള്ളത്. തിരുവനന്തപുരത്തിനോട് ചേർന്ന് പൊന്മുടിയുണ്ട്. പിന്നെ അതാ ഞാൻ തിരുവനന്തപുരം ജില്ലയും കന്യാകുമാരി ജില്ലയും കൂടി ഒന്ന് പിടിച്ചാൽ വലിയ അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റും. ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ഒരുപാട് ആൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു വിഷൻ ഇല്ല എന്നുള്ളതാണ് വളരെ പരിതാപകരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.